ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പേടിയാ നിങ്ങക്ക്. നിങ്ങൾ പൂട്ടിവെച്ച രഹസ്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കുമെന്നുള്ള പേടി. കേസ് വിധിയായ സേതുങ്കളുടെ കയ്യിൽ നിന്ന് ചതിയിലൂടെ വാങ്ങിയെടുത്ത സ്വത്തുക്കളെല്ലാം തിരിച്ചു തരേണ്ടി വരുമെന്നുള്ള പേടി. ആ പേടി കൊണ്ടാ നിങ്ങൾ എവിടെ നിന്നോ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാനിപ്പോ ഷെർലക് ഹോംസിന്റെ വേഷത്തിൽ തന്നെയാ. എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും ആ കുട്ടിക്ക് പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ വലിച്ചു പുറത്തിടുക തന്നെ ചെയ്യും. പണ്ടെങ്ങോ എന്റെ ഈ കൈ കൊണ്ട് കുറച്ച് ചോറ് വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷെ എന്നെ ഇല്ലാതൊക്കെ നീ ഇറങ്ങി തിരിച്ചാ. ഇതേ കൈ കൊണ്ട് നിനക്കുള്ള വലിച്ചോറ് ഉരുട്ടാൻ ഞാൻ മടിക്കില്ല. കോഴിക്കുഞ്ഞിന്റെ പ്രാണനേ ഉള്ളൂ. നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടാകരുതെന്നുള്ളോണ്ട് മാത്രം പ്രാണന്റെ ഒരു തരി ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നിന്റെ CID പണി ഇവിടെ നിർത്തിക്കോണം. ഇത് പഴയ അവന്തികയല്ല. ഇനി നീയൊക്കെ എന്റെ പിന്നാലെ നടന്നാലുണ്ടല്ലോ, ഈ തള്ളയെ നിന്നെ ഇതിനകത്തിട്ട് വാടക വീട് അടക്കം കത്തിക്കും ഞാൻ. എന്റെ പിന്നാലെ വരുന്നത് മരണത്തിന് പിന്നാലെ വരുന്നതിന് തുല്യ. കൊല്ലടി. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ കൊല്ലടി. ദാ നിന്റെ കൂടെപ്പിറപ്പിനെയും ഇവരെയും എന്നെയും എല്ലാരും ചേർത്ത് നീ ഇപ്പൊ തന്നെ കൊല്ലടി. അതിനു മുമ്പ് നിങ്ങളൊക്കെ എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല തള്ളേ. ഇനി മേലിൽ നിങ്ങൾ ഈ പഴങ്കഞ്ഞി കടം നടത്തില്ല. ഈ പഴഞ്ചാക്ക് മേശയും കസേരയും കൊടയും വടിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ലൈസൻസ് എന്ന പഞ്ചായത്തുകാർ തന്നെ അതൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുപോകും. പോലീസും പഞ്ചായത്തും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇവിടെ കേറി ഇറങ്ങി നിരങ്ങും. നീ എന്താ ഇവിടെ? എങ്ങനെ പോകുന്നു ജീവിതം? പഴയതുപോലെ തന്നെയാണോ അതോ നീ നന്നായോ? മാഡം എന്നെ പരിഹസിക്കാണോ? ഹേയ്, നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റൂ. ഇല്ലാത്ത പുകിലൊക്കെ ഉണ്ടാക്കുകയാണല്ലോ സ്ഥിരം പരിപാടി. ഞാൻ ഇവിടെ വന്നത് എന്റെ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാനാ. എനിക്കെന്തേലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ എഴുതിത്തരാം. അപ്പം മാഡം ഇടപെട്ടാ മതി. എവിടെ, എപ്പോ, എങ്ങനെ ഇടപെടണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഓ ആയിക്കോട്ടെ.